നമസ്കാരം. 2000 ആണ്ട് അടുത്തപ്പോൾ ഈ 2000 ആണ്ട് കടന്നു വരുമ്പോൾ ലോകം അവസാനിക്കും, കല്ലുമഴ പെയ്യും, തീമഴ പെയ്യും, പ്രളയം വരും, അങ്ങനെയുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ തന്നെ പ്രചരിച്ചിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ലോകം അവസാനിക്കുമോ എന്നൊക്കെ ശാസ്ത്ര ഗവേഷകരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പലതരത്തിലുള്ള ഉത്തരങ്ങളായിരിക്കും നൽകുക. അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങളായിരിക്കും നൽകുക. അത് ഏത് രീതിയിൽ ശാസ്ത്രീയമായി വിലയിരുത്തപ്പെടണം എന്നുള്ളത് അത് പിന്നീട് ചിന്തിക്കേണ്ട വിഷയമാണ്. പക്ഷേ അതിനൊന്നും കൃത്യമായൊരു ഉത്തരമില്ല. ഒരു സുപ്രഭാതത്തിൽ ലോകം അവസാനിക്കും എന്ന് പറയുന്നതിനൊന്നും യാതൊരു വിശ്വാസ്യതയുമില്ല. ഇത്തരത്തിൽ വാർത്തകൾ, തെറ്റായ രീതിയിലുള്ള തെറ്റിദ്ധാരണാജനകമായ വിശ്വാസങ്ങളും വാർത്തകളും പ്രചരിപ്പിക്കുന്ന ഒരുപാട് പേർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുണ്ട്. ഏറ്റവും അത്ഭുതം, ഇവരിൽ കൂടുതൽ പേർ കഴിയുന്നത് അമേരിക്കയിലാണ്. അതായത് നാസ വിവിധ ഗ്രഹങ്ങളിലേക്കും അതുപോലെ ചന്ദ്രനിലേക്കും സൂര്യനിലേക്കുമൊക്കെ വിക്ഷേപണ വാഹനങ്ങൾ അയക്കുന്ന ടെക്നോളജിക്കലി, അതായത് സാങ്കേതികമായി ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യത്താണ് ഇത്തരത്തിലുള്ള ഗൂഢവാദക്കാർ കൂടുതൽ താമസിക്കുന്നത്, അവർ പലതും പ്രചരിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോകം മുഴുവൻ നശിപ്പിക്കുന്ന ഒരു ദുരന്തം, മഹാദുരന്തം വരാനിരിക്കുന്നു എന്നുള്ളതാണ് നിഗൂഢതാ സിദ്ധാന്തമായി ഇപ്പോൾ അമേരിക്കയിൽ പ്രചരിക്കുന്ന ഒരു കാര്യം. ഇത്തരം സിദ്ധാന്തങ്ങൾ നന്നായി ചെലവാകുന്ന രാജ്യമാണ് അമേരിക്ക. കാരണം അത്തരക്കാർ കൂടുതലുണ്ട്. മയൻ കലണ്ടറുമായി ബന്ധപ്പെട്ട് ലോകാവസാനം എന്ന് പറഞ്ഞ് അമേരിക്കക്കാർ പണ്ടുണ്ടാക്കിയ ബഹളമൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ പുതിയൊരു നിഗൂഢവാദ കോലാഹലം ഇപ്പോൾ അമേരിക്കയിൽ തരംഗമായിരിക്കുന്നു. അതിന് കാരണമായിരിക്കുന്നത് അമേരിക്കയിലെ യൂട്ട എന്ന സംസ്ഥാനത്ത് കമാന രൂപത്തിലുള്ള ഒരു പാറഘടന തകർന്നു വീണു. സാധാരണഗതിയിൽ തകർന്നു വീണു. അതിപ്പോൾ ലോക ദുരന്തമായി ലോകം മുഴുവൻ തകർന്നു വീഴും എന്നൊക്കെയാണ് അവിടെ പ്രചാരണങ്ങൾ നടക്കുന്നത്. ഡബിൾ ആർച്ച് എന്നറിയപ്പെടുന്ന ഈ ഘടന സ്ഥിതി ചെയ്യുന്നത് യൂട്ട സംസ്ഥാനത്തെ ഗ്ലെൻ കാനിയോൺ റിക്രിയേഷൻ മേഖലയിലാണ്. 19 കോടി വർഷം പഴക്കമുള്ള പ്രാചീന ഘടനയാണ് ഈ ആർച്ച് എന്നാണ് പറയപ്പെടുന്നത്. ട്രയാസിക് കാലഘട്ടത്തിൻ്റെ അവസാന പാദത്തിലും ജുറാസിക് കാലഘട്ടത്തിൻ്റെ ആദ്യ പാദത്തിലുമായി രൂപം കൊണ്ട ഈ ആർച്ച് നവാജോ സാൻഡ്സ്റ്റോൺ എന്ന ഇനം ചുണ്ണാമ്പ് കല്ലിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മേഖലയിലെ ജലനിരപ്പ് മാറിമറിയുന്നതും അതുപോലെ തിരമാലകൾ മൂലവും കാറ്റുമൂലവുമൊക്കെ പാറകൾക്കുണ്ടായ ശോഷണമാണ് തകർച്ചയ്ക്ക് കാരണമായി ഗവേഷകർ പറയുന്നത്. മാനുഷിക പ്രവർത്തനങ്ങളും ഇതിൻ്റെ തകർച്ചയ്ക്ക് വഴിവെച്ചിരിക്കാം. എന്തായാലും യൂട്ടായിലെ തദ്ദേശീയ ഗോത്രവർഗ്ഗക്കാർ ഇത് ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ഏതോ മഹാദുരന്തത്തിൻ്റെ സൂചനയായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഗൂഢസിദ്ധാന്തക്കാർ അമേരിക്ക മുഴുവൻ പറഞ്ഞ് നടക്കുന്നത്. യൂട്ടായിൽ പാറക്കെട്ട് തകരുന്നതിന് 9 ദിവസം മുൻപ് മെക്സിക്കോയിലെ ഇഹാസിയോ ആർക്കിയോളജിക്കൽ സോണിൽ സ്ഥിതി ചെയ്യുന്ന പ്രാചീനമായ ഒരു പിരമിഡ് തകർന്നിരുന്നു. മെക്സിക്കൻ തലസ്ഥാനമായ മിഖോഖാനിലാണ് ഈ പിരമിഡ്. വരൾച്ച മൂലമുണ്ടായ ഘടനാമാറ്റങ്ങളാണ് ഈ പിരമിഡിൻ്റെയും തകർച്ചയ്ക്ക് കാരണം എന്നാണ് ഗവേഷകർ പറയുന്നത്. എന്നാൽ ഇവിടെ ജീവിക്കുന്ന ഗോത്രവർഗ്ഗക്കാരും അവിടെ ജീവിക്കുന്ന ചില ആളുകളുമൊക്കെ ഇതിനെ ദുരന്ത സൂചനയായിട്ടാണ് കാണുന്നത്. ഈ ലോകാവസാനത്തിനോ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾക്കൊന്നും തന്നെ ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനവുമില്ല. ഇതൊക്കെ വെറും വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിലും ഇത്തരം അന്ധവിശ്വാസങ്ങളും ഗൂഢവിശ്വാസങ്ങളുമൊക്കെ പലരും പുലർത്തുന്നത് കാണാം. ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന രീതിയിലത് പ്രതിഫലിക്കും, അല്ലെങ്കിൽ കാലാട്ടിക്കഴിഞ്ഞാൽ കടം വരും എന്നൊക്കെ നമ്മൾ പണ്ടുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ? അതിൻ്റെ ഒരു വലിയ അവസ്ഥയാണിത്. ഇന്ന പാറ തകർന്നു വീണാൽ ഉടൻ തന്നെ മഹാദുരന്തം വരും, ലോകം അവസാനിക്കും. ഇന്ന പിരമിഡിന്, ഇപ്പോൾ ഈ പിരമിഡിൻ്റെ കാര്യം, മെക്സിക്കോയിലെ പിരമിഡിൻ്റെ കാര്യമാണ്. പിരമിഡ് തകർന്നു, അയ്യോ ഇനി രക്ഷയില്ല, മൊത്തം തകരും. ഇതൊക്കെ വെറും ഗൂഢവാദങ്ങൾ മാത്രം. ഇതിനെയൊക്കെ അതിൻ്റേതായ നിലവാരത്തിലെടുത്താൽ മതി. ഒരു തമാശയായിട്ടോ കൗതുകകരമായ കാര്യമായിട്ടോ മാത്രം എടുത്താൽ മതി എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്.